ഏടാ മോനെ, എന്ത് ജാതി പടം എന്റെ പൊന്നളിയാ. 2024, അതായത് ഈ വർഷം മലയാള സിനിമയുടെ വീണ്ടും ഒരു സുവർണ കാലഘട്ടം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഇറങ്ങുന്ന ഓരോ സിനിമയും ഭയങ്കര ബടാ വമ്പൻ സിനിമകൾ, കിഡിലോസ്കി സിനിമകൾ. അതും ഓരോന്നിന്റെയും സ്റ്റോറി വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിൽ പോലും ഒരുപാട് ഡിഫറൻസ് ഉള്ള സിനിമകൾ. അങ്ങനെ കാണാൻ പോകുന്ന സിനിമയൊക്കെ ഗംഭീരം. ഇപ്രാവശ്യം ഇറങ്ങിയിട്ടില്ലാണെങ്കിലും ഞാൻ ഇപ്പോ ജയ് ഗണേഷ് കണ്ടിട്ടില്ല, മറ്റേ വർഷങ്ങൾക്ക് ശേഷം കണ്ടു കിടിലൻ പടം. ഇപ്പൊ ആടുജീവിതം ഓൾറെഡി അവിടെ എന്താ പറയാ മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഫഹദ് ഫാസിലിന്റെ, അങ്ങനെ പറയണം ഞാൻ ആഗ്രഹിക്കുന്നത്, ഫഹദ് ഫാസിലിന്റെ ആവേശം. എന്റെ അമ്മോ, ഫഹദിനെ ഇത്രയും എനർജറ്റിക് ആയി, ഇത്രയും ഒരു ഇങ്ങനൊരു ഏഹ്, ഭാവപ്പകർച്ചയിൽ ഫഹദിനെ നമ്മൾ കണ്ടിട്ടില്ല. അത് 100% ഉറപ്പാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള പ്രകടനം ഇതില്. ഓൾറെഡി അവരെന്നെ ഇത് കാണിക്കുന്നുണ്ട്, റീ ഇൻട്രൊഡ്യൂസിങ് ഫഫാന്ന്. അത് സത്യമാണ് കേട്ടോ. അവർക്കത് അറിയാം, ഞങ്ങളിത് പുതിയ സാധനമാണ് തരുന്നത്. അവർ തന്നെ അത്രയും ഉറപ്പിച്ചു, കാരണം അവർക്ക് തന്നെ ഇത് ഉറപ്പുണ്ട്. അപ്പൊ അവര് മേക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവണം. അതെന്തായാലും എന്താണ് പുള്ളി ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. അതായത് ആ തുടക്കത്തിലെ കുറച്ച് ഭാഗം, അത് ഹിപ്സ്റ്ററും പിള്ളേരും അവര് മൂന്നുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിപ്സ്റ്റർ ആണെങ്കിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി. അതുപോലെ കുട്ടിയും ഗ്യാങ്ങും അവിടുത്തെ കുറെ സംഭവങ്ങള്, റാഗിങ് ചെയ്യുന്ന സാധനങ്ങൾ, അതൊക്കെ ഭയങ്കര എക്സ്ട്രീം ലെവൽ പരിപാടിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് അടിക്കുന്നതും തല്ലി ഒരു ഭാഗത്തിട്ട് ചവിട്ടി കൂടണമൊക്കെ, അതാ ഞാൻ പറഞ്ഞ കേട്ടോ. ഫൈറ്റ് ഗംഭീരം, അതിലേക്ക് വരാം. അങ്ങനെ പോയി 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 പുള്ളിനെ കാണിക്കുന്ന സീൻസ് ഒക്കെ തീയാണ്, തീ. അതായത് സുഷിന്റെ ബീജിയം, അയ്യോ അളിയ എന്താണ് ചെയ്തു വെച്ചേക്കണതെന്ന് അറിയില്ല. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. ആ 2.25 മണിക്കൂറോ 2 മണിക്കൂർ 50 മിനിറ്റിന്റെ അടുത്ത് എങ്ങാണ്ടുണ്ട്. എന്തായാലും അത് എന്തൊരു പൊളിയാണ് പൊളിക്കണേന്ന് അറിയോ. ഇയാളെ കാണിക്കുമ്പോൾ സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ഒരു വേറെ ഭാവം, അതായത് എക്സ്ട്രീംലി ഒരു പുതിയ ഒരു 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 ഫഫ. അതിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫഫേന്റെ ഇപ്പോ ഒരു കുറച്ച് സൈക്കിക് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ, നേരെ കുംബ്ലങ്ങി നൈറ്റ്സ് ഒക്കെ വരും അല്ലെ. അത് ഷമ്മി ഹീറോ, ആ ഷമ്മി ഒന്നും അല്ല. ഷമ്മീന്റെ ഒക്കെ മൂത്താപ്പായിട്ട് വരുന്നില്ല. അത്ര പെർഫോമൻസ് വൈസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് പക്ക അങ്ങനത്തെ ഒരു സൈക്കോ എന്നുള്ളതല്ല. പുള്ളിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ ലുക്ക് വൈസ് ഒക്കെ എന്താണ് ആ ചെറുപ്പമൊക്കെ കാണിക്കുന്ന സമയത്ത്. അതായത് ഈ പഴയ കാലഘട്ടം പറയുമല്ലോ, അതൊക്കെ എന്ത് രസമാണെന്ന് അറിയോ. പുള്ളിയുടെ ചില ആക്ഷൻ, ചില മാനറിസങ്ങൾ ഭയങ്കര ചേഞ്ച് ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെയും എക്സ്ട്രീം ആണ് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ബി ജി എം ഒക്കെ വരുന്ന സമയത്ത്, ഫഫേനെയൊക്കെ കാണിക്കുന്ന സമയത്തുള്ള ഒരു ആൾക്ക് കൊടുക്കുന്ന ഒരു ബിൽഡപ്പും, അവസാനം ഫൈനൽ ഏറ്റവും എൻഡിൽ ക്ലൈമാക്സിൽ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു എന്ന് അറിയുമ്പോ കിട്ടുന്ന ഒരു ഒരു ആവേശവും. സത്യം പറഞ്ഞ എങ്ങനെയുണ്ട് സിനിമ ചോദിച്ചാൽ ഈ പേര് കറക്റ്റ് ആണ്, ആവേശം. ഒരു ആവേശം ഫീൽ എന്ന് പറയാൻ പറ്റും. മൊത്തത്തിൽ നമുക്കൊരു ആവേശമാണ്, കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ആവേശമാണ്. ചുറ്റുള്ള എല്ലാവരും കൈയടിക്കുകയും കൂവുകയും അലറുകയും. ഇവൻ 12 മണിന്റെ നൈറ്റ് സ്പെഷ്യൽ ഷോയ്ക്ക് വരെ ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. അതൊക്കെ ഭയങ്കരമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ഇതില്, ഒരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പാട്ട്. ആ പാട്ടിന് ശേഷം പിന്നെ അങ്ങോട്ട് സത്യം പറഞ്ഞതിൽ ഭയങ്കര മാതാപിതാക്കൾക്കൊക്കെ കാണാൻ പറ്റുന്ന സാധനം എന്ന് ചോദിച്ചാൽ ഫുള്ളി എന്താ പറയാ, ആ യൂത്തന്മാരുടെ പരിപാടി ഉണ്ടല്ലോ, കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, വെറും കുടി വലി തന്നെയാണ് പരിപാടി. പിന്നെ വെട്ട് കുത്ത് കൊലപാതകം ഇങ്ങനത്തെ ഒരു പോക്കാണ്. അപ്പൊ അതായത് ഒരു ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു ഫാമിലി പടമല്ല, അങ്ങനെ വേണം പറയാം. ഇത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യൂത്തന്മാരായിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. ഇപ്പൊ രോമാഞ്ചം നല്ല കിടിലൻ പടമാണ്. പക്ഷെ അതും ആ യുവാക്കൾക്ക് ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു പുറത്തു പോയി പഠിക്കുക, അവിടെ ഉള്ള കുറെ പരിപാടികൾ, അല്ലെങ്കിൽ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ റാഗിങ്, അടിപിടി, ഇങ്ങനത്തെ പരിപാടി. അല്ലെങ്കിൽ കോളേജിൽ പ്രണയം, സംഭവം പ്രണയം ഒന്നും ഒരു വാർത്ത കൂടെ പോയിട്ടില്ല. ഫുൾ അടിപിടി പരിപാടികളാണ്. അങ്ങനെ ഒരു ജഗ പുക ആവേശ പരിപാടി. ഇതിനേക്കാൾ കൂടുതൽ ഇത് ഒരിക്കലും നമുക്ക് ഭയങ്കര മനോഹരമായ ചിത്രം ഇങ്ങനെ ചെയ്തു അങ്ങനെ പറയാൻ തോന്നൂല. കാരണം ഈ പടം കണ്ടിറങ്ങി വന്നിട്ടുള്ള അത് തരുന്നൊരു ആവേശമുണ്ട്. ആ ആവേശത്തിൽ നമുക്ക് എന്താണോ അവിടെ ഫീൽ ചെയ്തത് അതിവിടെ വന്ന് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ പണി. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ വേറെ ലെവൽ, സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോ അതിനേക്കാൾ പൊളി. അങ്ങനെ ഒരു ഭയങ്കരമായ സാധനം. അത് ഈ കോളേജിൽ ഫഫയൊക്കെ വന്നിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ എന്ന് പറയണത് ഭയങ്കരമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ
കിഡിലോസ്കിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തി. എക്സ്ട്രീം ലെവലിൽ ഭയങ്കരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് കാണാത്ത ആൾക്ക് തോന്നുന്നു എന്താ അവന് എല്ലാത്തിനും എക്സ്ട്രീം ലെവൽ എല്ലാത്രയും ഭയങ്കരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ കണ്ടിട്ടുള്ള ആൾക്ക് അങ്ങനെ തോന്നാൻ യാതൊരു സാധ്യതയില്ല. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ അത് ഫീൽ ചെയ്യണം. അതിന്റെ ക്യാമറയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡയറക്ടർ ജിത്തു മാധവാണോ, ജിത്തു തന്നെയല്ലേ പുള്ളിയുടെ, എന്തായാലും പുള്ളിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എന്തൊരു സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറയണതേ ഓരോ മൊമെന്റിലും ഇങ്ങനെ ഗൂസ് ബംസ് തന്ന്, അല്ലെങ്കിൽ ഈ പേര് പോലെ തന്നെ ആവേശം തരാൻ പറ്റും പ്രേക്ഷകന്. ഇങ്ങനെ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ആവേശം കൊടുത്തുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു പടം. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും. കാരണം അതിന്റെ ബിജിഎമ്മും ആ ഒരു മുട്ടും പാസും അങ്ങനെ കാണുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും കാണാത്തവര് മസ്റ്റ് വാച്ച് മൂവി. ഇപ്രാവശ്യം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മൾ അതിന്റെ റിവ്യൂ ചാനൽ ഇട്ടിട്ടുണ്ട്. കിടിലൻ സിനിമയായിരുന്നു. പക്ഷെ ഇത് ആ വർഷങ്ങൾക്ക് ശേഷം പോലത്തെ ഒരു പടമല്ല. ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട്, അല്ലെങ്കിൽ നമ്മൾ തുടക്കം മുതൽ ഏറ്റവും അവസാനത്തെ സെക്കൻഡ് വരെ ആവേശഭരിതരായി കൂവി അലറി വിളിച്ച് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്.